Hello students, welcome to Plus 2 Economics online classes. എല്ലാവരും വീഡിയോയിൽ സേഫ് ആണെന്ന് കരുതുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതെല്ലാം പോയിട്ട് കാണുക. So, let's start our class. In the last class, we were discussed about opportunity cost and marginal opportunity cost. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരാത്മക ചെലവ് എന്താണെന്നും അതുപോലെ സീമാന്ത അവസരാത്മക ചെലവ് എന്താണെന്നും പറയുകയായിരുന്നു. നമ്മൾ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ അല്ലെങ്കിൽ ഉൽപാദന സാധ്യത പട്ടികയുടെ സഹായത്തോടെയായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രം എങ്ങനെ വരയ്ക്കാം, എങ്ങനെ ഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. ഹയർ സെക്കൻഡറി ഒന്നാം വർഷത്തിൽ നമ്മൾ ഒരുപാട് ഗ്രാഫുകൾ വരച്ചിട്ടുള്ളതാണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് ഗ്രാഫുകൾ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും ഗ്രാഫുകളൊക്കെ വരയ്ക്കാൻ വളരെ ഇഷ്ടമായിരിക്കും അല്ലെ? വളരെ ലളിതമായൊരു ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോവാം. ഏതൊരു ഗ്രാഫ് അല്ലെങ്കിൽ കർവുകൾ വരയ്ക്കാനും ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു ഷെഡ്യൂള് നിർബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങൾ അടങ്ങിയ ഒരു പട്ടിക നിർബന്ധമാണ്. ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഇവിടെ PPC അല്ലെങ്കിൽ ഉൽപാദന സാധ്യത വക്രം വരയ്ക്കാനും ഒരു പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂള് വേണം. അതിന് എന്ത് പേര് പറയുന്നത് നമ്മൾ പഠിച്ചത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ അല്ലെങ്കിൽ ഉൽപാദന സാധ്യത പട്ടിക എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഇവിടെ PPC വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഉൽപാദന സാധ്യത പട്ടിക തന്നെയാണ്. അരിയുടെയും ഗോതമ്പിന്റെയും വീറ്റിന്റെയും റൈസിന്റെയും ഡിഫറെന്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കോമ്പിനേഷനുകളെ കാണിക്കുന്ന ആ പട്ടിക തന്നെയാണ് ഞാൻ ഇവിടെയും എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഞാൻ ഒരു തവണ അവിടെ കാണിച്ചു തരുന്നു, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ആ പട്ടിക. ഈ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? PPC ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 ഡയമെൻഷൻ ഗ്രാഫാണ്, രണ്ട് ഭാഗങ്ങളുള്ള, രണ്ട് X ആൻഡ് Y ആക്സിസ് ഉള്ള ഗ്രാഫാണ്. ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ സമാന്തരമായിരിക്കുന്ന ആക്സിസ് ഏതാണ്? X ആക്സിസ് അല്ലെങ്കിൽ X അക്ഷമാണ്. വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുത്തനെ നിൽക്കുന്ന അക്ഷം ഏതാണ് അല്ലെങ്കിൽ ആക്സിസ് ഏതാണ്? Y ആക്സിസ് ആണ്. ഇതെല്ലാം ബേസിക്കലി നമുക്ക് അറിയുന്ന കാര്യമാണ് ഒരു ഗ്രാഫിനെ കുറിച്ച്. അറിയാലോ? ഇതില് നമുക്കറിയാം X ആക്സിസിൽ ഏത് ഗുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഗുഡ് 1 ആണ്, സാധനം 1 ആണ് അടയാളപ്പെടുത്തുക. Y ആക്സിലോ ഗുഡ് 2 ആയിരിക്കും അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ സാധനം 2 ആയിരിക്കും. ഇനി നിങ്ങൾ പട്ടിക നോക്കൂ, ഉൽപാദന സാധ്യത പട്ടിക നോക്കൂ. അതിൽ ഗുഡ് 1 ഏതാണ്? അരിയാണ് അല്ലെങ്കിൽ റൈസ് ആണ്. ഗുഡ് 2 ഏതാണ്? വീറ്റ് ആണ് അല്ലെങ്കിൽ ഗോതമ്പാണ്. അപ്പോൾ നമ്മൾ X ആൻഡ് Y ആക്സിസിൽ അവ അടയാളപ്പെടുത്തുക. X ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് അടയാളപ്പെടുത്തണം. ഈ പട്ടികയ്ക്ക് അനുയോജ്യമായ നമ്പേഴ്സ് അടയാളപ്പെടുത്തുക. 0, 1, 2, 3, 4 and 5. Y ആക്സിസിലോ 2, 4, 6, 8, 10, 12, 14 and 16. ഓക്കെ ആണോ? അടയാളപ്പെടുത്തി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ കോമ്പിനേഷൻ A. ഓക്കെ, ഒന്നാമത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഏതാണ്? A ആണ്. എയിൽ വരുന്ന കോമ്പിനേഷൻ നോക്കിക്കോളൂ. 0 യൂണിറ്റ് റൈസും 15 യൂണിറ്റ് വീറ്റും. 0 യൂണിറ്റ് അരിയും 15 യൂണിറ്റ് ഗോതമ്പും. അപ്പോൾ X ആക്സിസിൽ 0 നോക്കുക, Y ആക്സിസിൽ 15 നോക്കുക. രണ്ടിനും കറസ്പോണ്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ഒരു ടിക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? Xൽ 0, Yൽ 15. അതിന് ടിക്ക് കൊടുക്കുക. ആ ടിക്കിന് അവിടെ എന്ത് പേര് കൊടുക്കണം? A എന്ന പേര് കൊടുക്കണം. എന്തിനാണ് A എന്ന പേര് കൊടുക്കുന്നത്? കാരണം ഉൽപാദന സാധ്യത Aയിലെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി Aയിലെ കോമ്പിനേഷനുകളാണ് 0യും 15ഉം. 0 യൂണിറ്റ് റൈസ്, 15 യൂണിറ്റ് വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ്. അപ്പൊ അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ A എന്ന പോയിന്റ് അവിടെ കൊടുത്തു. രണ്ടാമത്തെ പോസിബിലിറ്റി ഏതാണ്? പോസിബിലിറ്റി B.
ബിയിൽ എങ്ങനെയാണ് അരിയുടെയും ഗോതമ്പിന്റെയും കോമ്പിനേഷൻ വരുന്നത്? 1 യൂണിറ്റ് അരിയും 14 യൂണിറ്റ് ഗോതമ്പും. അപ്പോൾ എക്സ് ആക്സിൽ 1 എടുക്കുക, വൈ ആക്സിൽ 14ലും കറസ്പോണ്ടന്റ് ആയിട്ട് ടിക്ക് മാർക്ക് ചെയ്യുക, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെ എന്ത് പേര് കൊടുക്കണം? പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇത് ബി പോസിബിലിറ്റിയിലെ കോമ്പിനേഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അടുത്ത പോസിബിലിറ്റി ഏതാണ്? സി ആണ്. സിയിൽ എന്താണ് വരുന്നത്? 2 യൂണിറ്റ് അരിയും എത്രയാണ്? 12 യൂണിറ്റ് വീറ്റുമാണ്. അപ്പോൾ എക്സ് ആക്സിൽ 2, വൈയിൽ 12 രീതിയിൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക, അതിന് സി കൊടുക്കുക. ഇങ്ങനെ ബാക്കി ഡി ഇ എഫ്, ബാക്കി എല്ലാ പോസിബിലിറ്റീസിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഇതേ രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്ലോട്ട് ചെയ്യുക. ഗ്രാഫ് പേപ്പറിൽ ടിക്ക് മാർക്ക് ചെയ്യുക, ഓരോ ലെറ്റേഴ്സ് കൊണ്ട് അത് സൂചിപ്പിക്കുക. ഓക്കെ ആണല്ലോ? അവസാനം ഇതെല്ലാം ചേർത്ത് ഈ പോയിന്റുകളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കർവാണ് PPC, ഉൽപാദന സാധ്യത വക്രം. ഓക്കെ ആണല്ലോ? ഇവിടെ മൊത്തം 6 പോയിന്റുകൾ വരും. ബിക്കോസ് എന്താണ്? 6 പോസിബിലിറ്റീസ് ആണുള്ളത്. A, B, C, D, E ആൻഡ് F. 6 പോസിബിലിറ്റീസ് വരും. ഓക്കെ, സിമ്പിൾ ആയ ഒരു ഗ്രാഫാണ്. ഓക്കെ, ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. +1 നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒജീവുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലെസ് ദാൻ ഒജീവ് ആൻഡ് മോർ ദാൻ ഒജീവ്, ലഘുസഞ്ചിതാവൃത്തി, ഗുരുസഞ്ചിതാവൃത്തി എല്ലാം പഠിച്ചതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്? മാർക്ക് ചെയ്യുന്നത്. എക്സിന് കറസ്പോണ്ടന്റ് ആയിട്ട് വൈയിൽ മാർക്ക് ചെയ്യുക. സിമ്പിൾ ആണല്ലോ? വളരെ ലളിതമായ ഒരു ഗ്രാഫാണ്. എക്സാമിന് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MOC ആൻഡ് PPC. MOCയും PPCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം എന്താണെന്നാണ് ഇനി പറയുന്നത്. വളരെ സിമ്പിൾ ആയ ടോപ്പിക്കാണ്. ഞാൻ ഏറ്റവും ലളിതമായിട്ട് ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു ചെറിയ ടേബിൾ ആയിട്ടാണ് തന്നിട്ടുള്ളത്. നോക്കിക്കോളൂ, 3 കോളങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഫസ്റ്റ് കോളം MOC, രണ്ടാമത്തെ കോളം PPC, മൂന്നാമത്തെ കോളം ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി. ഓക്കെ ആണല്ലോ? അപ്പോൾ MOCയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. MOCയും PPCയും തമ്മിലുള്ള റിലേഷൻ. ഒന്നാമത്തെ റിലേഷൻ ആണ് MOC ഇൻക്രീസിങ്. ഇഫ് MOC ഇൻക്രീസ്, MOC കൂടിയാൽ PPCയുടെ ഷേപ്പ് എന്തായിരിക്കും? ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോളൂ. എന്ത് ഷേപ്പാണ് ഇത്? എന്ത് ഷേപ്പിൽ അറിയപ്പെടും? കോൺകേവ് ഷേപ്പാണ്. MOC കൂടിയാൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്താൽ PPC കോൺകേവ് ആകൃതിയിലായിരിക്കും. ഓക്കെ, MOC കുറഞ്ഞാലോ? MOC ഡിക്രീസ്. MOC കുറഞ്ഞാണെങ്കിൽ എന്തായിരിക്കും ഷേപ്പ് വരിക? കോൺവെക്സ് ആയിരിക്കും. നോക്കിക്കോളൂ, കോൺവെക്സ് ആകൃതി ആയിരിക്കും PPCക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ കോൺകേവ് ആണ്, MOC കുറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ആകൃതി. ഇനി ഇത് രണ്ടുമല്ലാത്ത, കൂടുന്നുമില്ല കുറയുന്നുമില്ല, മറിച്ച് കോൺസ്റ്റന്റ് ആണെങ്കിൽ, സ്ഥിരമാണെങ്കിൽ, MOC സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ PPCയുടെ ഷേപ്പ് എന്തായിരിക്കും? ഒരു നേർരേഖയായിരിക്കും, ലീനിയർ ആയിരിക്കും. ഓക്കെ ആണോ? 3 കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആയ ലളിതമായ കാര്യമാണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, 3 കാര്യങ്ങളും ഓക്കെ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ കടക്കുന്ന ടോപ്പിക്കാണ് ഒരു ഗ്രാഫ് തരം. ഓക്കെ ആണല്ലോ? നിങ്ങൾക്കൊരു ഗ്രാഫ് കൂടെയാണ് ഞാൻ പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഷിഫ്റ്റ് ഓർ മൂവ്മെന്റ് ഇൻ PPC. ഓക്കെ, മൂവ്മെന്റ് ഓർ ഷിഫ്റ്റ് ഇൻ ദി PPC. PPC വക്രത്തിലെ മാറ്റങ്ങൾ. ഓക്കെ, മൂവ്മെന്റ് എന്ന് പേര് പറയും, ഷിഫ്റ്റ് എന്നും പറയും, രണ്ടും ഒരേ അർത്ഥമാണ്. ഓക്കെ, 2 വാക്കും ശ്രദ്ധിക്കണം. PPC കർവിലെ മാറ്റങ്ങളെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാനിവിടെ ഒരു ഗ്രാഫിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഒരു PPC വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എക്സ് ആൻഡ് വൈ ആക്സിസ് ചെയ്തിട്ടുണ്ട്. 3 PPC ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, 3 PPC ഞാൻ വരച്ചിട്ടുണ്ട്. ഓരോ PPCയും ഞാൻ ഓരോ ലെറ്റേഴ്സ് കൊണ്ട് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. AA എന്നൊരു PPC ഉണ്ട്, BB എന്നൊരു PPC ഉണ്ട്, അടുത്തത് CC എന്നൊരു PPC കൂടെ ഉണ്ട്. ഓക്കെ, AA, BB ആൻഡ് CC എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതിൽ ഞാൻ ഒന്നാമത് കൊടുത്ത AA എന്ന PPC, അതാണ് എക്കണോമിയിൽ ഇപ്പോൾ എക്സിസ്റ്റ് ആയിട്ടുള്ള
PPC എന്ന് കരുതുക. ഓക്കെ, എക്കണോമിയിൽ ഇപ്പോൾ ഉള്ള PPC ഏതാണ്? PPC AA ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. If the amount of resources and technology are increased in future, the PPC curve will shift upward or rightward direction. ഭാവിയില് വിഭവങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യയുടെയും അളവ് വർദ്ധിക്കുകയാണെങ്കിൽ PPC വക്രം എങ്ങോട്ട് മാറും? മുകളിലോട്ട് അല്ലെങ്കിൽ വലത്തേക്ക് മാറുന്നു. പോയിന്റ് ഓക്കെ ആണല്ലോ? ഭാവിയില് വിഭവങ്ങളും സാങ്കേതിക വിദ്യയും കൂടിക്കഴിഞ്ഞാൽ PPC എങ്ങോട്ട് മാറും? ഷിഫ്റ്റ് അപ്വേർഡ് ഓർ റൈറ്റ്വേർഡ് ഡയറക്ഷൻ, രണ്ട് പേരും പറയും. വലതുവശത്തേക്ക് അല്ലെങ്കിൽ മുകളിലോട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റിലെത്തും? എയിൽ നിന്ന് BB എന്ന പുതിയൊരു PPCയിലേക്ക് എന്ത് ചെയ്യുന്നു? അത് മാറുന്നു, അത് ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തൊരു സിറ്റുവേഷൻ എന്താ? If the amount of resources and technology are decreased in future, the PPC curve will shift downward or leftward direction. ഭാവിയില് വിഭവങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യയുടെ അളവും കുറയുകയാണെങ്കിൽ PPC കർവ് എങ്ങോട്ട് മാറും? താഴേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് മാറുന്നു. ഓക്കെ, താഴോട്ട് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് മാറുന്നു. രണ്ട് ഷിഫ്റ്റുകളും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ എങ്ങോട്ട് മാറും? എയിൽ നിന്ന് CC ആയിട്ട് എന്ത് ചെയ്യും? കുറയും. ഓക്കെ ആണല്ലോ? എയിൽ നിന്ന് CC ആയിട്ട് എന്ത് ചെയ്യും? കുറയും. ഇവിടെ AA എന്ന PPC ആണ് നിലവിൽ ഇപ്പോൾ ഉള്ള PPC എക്കണോമിയിൽ. ഓക്കെ, അതിന്റെ മാറ്റങ്ങൾ, BBയിലേക്കുള്ള മാറ്റവും CCയിലേക്കുള്ള മാറ്റവും അതിന്റെ കാരണങ്ങളും നമ്മളിവിടെ പറഞ്ഞു. സിമ്പിൾ ആണ്, എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു ഗ്രാഫ്, ഒരു ചെറിയ ഗ്രാഫാണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു PPC ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. എക്സ് ആൻഡ് വൈ ആക്സിസ്, എക്സിൽ ഗുഡ് 1, വൈയിൽ ഗുഡ് 2 എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു PPC ആണ് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ആ PPCയിൽ കാണുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? പോയിന്റ് A, B ആൻഡ് C എന്ന് വെച്ചാൽ ABC എന്ന ആ കോമ്പിനേഷനുകൾ, ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസുകൾ ചേർത്ത് വരച്ചപ്പോൾ കിട്ടിയതാണ് ഈ PPC എന്നാണ് അർത്ഥം. ആണല്ലോ PPC എന്ന അർത്ഥം. ഇവിടെ ഓരോ പോയിന്റുകളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന രീതിയിൽ ഒരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, പോയിന്റ് ABC ഇൻഡിക്കേറ്റ് fuller and effective utilization of resources and technology. സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും പൂർണ്ണമായും അതുപോലെ കാര്യക്ഷമമായുമുള്ള ഉപയോഗത്തിനെയാണ് ഈ 3 പോയിന്റുകളും കാണിക്കുന്നത്. ABC എന്ന പോയിന്റ് കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം വിഭവങ്ങളും സാങ്കേതിക വിദ്യയും മുഴുവനായിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു PPC എന്ന് അറിയാലോ. ഈ PPCയിലെ മുകളിലൂടെയാണ് അല്ലെങ്കിൽ അതിലൂടെയാണ് ഈ പോയിന്റുകൾ കടന്നു പോയിട്ടുള്ളത്. ABC എന്ന പോയിന്റുകൾ PPCയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? fuller and effective utilization of resources and technology. ഓക്കെ ആണല്ലോ? അപ്പൊ ABC എന്തിനെ സൂചിപ്പിക്കുന്നു? വിഭവങ്ങളുടെ പൂർണ്ണമായും കാര്യക്ഷമമായുമുള്ള വിനിയോഗത്തിന്. ഇനി നിങ്ങൾ നോക്കൂ, ഈ PPCയുടെ മുകളിൽ ഒരു പോയിന്റ് കാണാം. ഏത് പോയിന്റ് ആണ്? പോയിന്റ് E. പോയിന്റ് E എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അത് എന്തിനെ കാണിക്കുന്നതാണ്? ആ ഒരു PPC നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയൂ, പറ്റുമോ? തീർച്ചയായും പറ്റില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സും അതുപോലെ ടെക്നോളജിയും കംപ്ലീറ്റ് ആയിട്ട്, മുഴുവനായിട്ട്, അതുപോലെ കാര്യക്ഷമമായിട്ടും ഉപയോഗിച്ചപ്പോൾ നമ്മൾക്ക് കിട്ടിയ PPC ആണ് ABC എന്ന് കോമ്പിനേഷൻ ഉൾപ്പെടുന്ന ആ PPC. ഇനി നമ്മുടെ കയ്യിൽ എന്തില്ല? ഒരു വിഭവവും ഇല്ല, ഒരു ടെക്നോളജി ഇല്ല. ഓക്കെ, ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോ ആ E എന്ന പോയിന്റ് നമുക്ക് കിട്ടുമോ? ഇല്ല. അത് കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ് സൊല്യൂഷൻ? എക്കണോമിക് ഗ്രോത്ത് ആണ്, സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് കിട്ടും? വിഭവങ്ങളും കൂടുതലുണ്ടാവും,
അതുപോലെ സാങ്കേതിക വിദ്യ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ ഇ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നേടിയെടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട്. ഇവിടെ പോയിന്റ് ഇ എന്തിനെ സൂചിപ്പിക്കുന്നു? എക്കണോമിക് ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയെ കാണിക്കുന്ന പോയിന്റ് ആണ് പോയിന്റ് ഇ. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് കാണാം PPCയുടെ താഴെ ഒരു പോയിന്റ് കണ്ടു, ഡി. ഡി എന്നൊരു പോയിന്റ്, അത് അതിന്റെ താഴെയാണ്. അതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? PPCയുടെ താഴെ വരുന്ന പോയിന്റ് എല്ലാം എന്തിനായിരിക്കും സൂചിപ്പിക്കുക? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സ് ആൻഡ് ടെക്നോളജി. വിഭവങ്ങളുടെയും അതുപോലെ സാങ്കേതിക വിദ്യയുടെയും ഭാഗികമായ ഉപയോഗത്തിനെ കാണിക്കുന്നതാണ് പോയിന്റ് ഡി എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നില്ല, കുറച്ച് മാത്രം, അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഒരു പോർഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡി എന്ന പോയിന്റ് എവിടെ വരാൻ കാരണം? പോസിബിലിറ്റി, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ താഴെ വരാൻ കാരണം. അപ്പോൾ ഈ പോയിന്റുകൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോയിന്റ് എ ബി സി എന്തിനെ കാണിക്കുന്നു? ഫുള്ളർ ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. പോയിന്റ് ഇ എന്തിനെ കാണിക്കുന്നു? എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയെ കാണിക്കുന്നു. പോയിന്റ് ഡി എന്തിനെ കാണിക്കുന്നു? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. വിഭവങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ഭാഗികമായ ഉപയോഗത്തിനെ കാണിക്കുന്നു, ഡി എന്ന പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഇതൊരു ചോദ്യമാണ്. ഓക്കെ, ഞാൻ താഴെ കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ഫാക്ടേഴ്സ് തരും, കുറച്ച് പോയിന്റ്സുകൾ തരും. ആ ഓരോ കാര്യങ്ങളും ഒരു എക്കണോമിയിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് കണ്ടെത്താനാണ്. ഓക്കെ, how each of the following factor affects the production possibility curve in an economy. താഴെ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന സാധ്യതാ വക്രത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ഈ ടോപ്പിക്. ഒരു ചോദ്യം കൂടിയാണ്, ഒരു ചോദ്യമായിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്. ഞാൻ ഓരോ പോയിന്റ്, 4 പോയിന്റുകൾ വായിക്കും. ഈ 4 പോയിന്റുകളും PPCയിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, PPC കൂടുവോ അല്ലെങ്കിൽ PPC കുറയോ, ആ മാറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണ് ദി നമ്പർ ഓഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് ഇൻക്രീസ്ഡ്. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഒന്നാമത്തെ പോയിന്റ് എ. ബി ആണ് രണ്ടാമത്തെ പോയിന്റ് ആണ് സുനാമി ഡിസ്ട്രോയ്സ് സം പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. സുനാമിയുടെ ഫലമായി ചില ഉൽപാദന സൗകര്യങ്ങൾ നശിച്ചു പോയി. ചില ഉൽപാദന സൗകര്യങ്ങൾ നശിച്ചു, രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്. മൂലധന തീവ്ര സാങ്കേതിക വിദ്യയുടെ ആവിഷ്കരണം അല്ലെങ്കിൽ ആവിഷ്കരിച്ചു, തുടങ്ങി വെച്ചു. ഓക്കെ, നാലാമത്തെ പോയിന്റ് ആണ് ഇൻക്രീസ് ഇൻ ഫ്യൂവൽ പ്രൈസ്. ഇന്ധനവില ഉയരുന്നു. 4 പോയിന്റുകൾ പറഞ്ഞു. ഈ 4 സിറ്റുവേഷനിലും PPC കർവിനുണ്ടാവുന്ന മാറ്റം എന്താണ്? ഷിഫ്റ്റ് അപ്വേർഡിലേക്കാണോ ഡൗൺവേർഡിലേക്കാണോ ഷിഫ്റ്റ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചോളൂ, ഇതിന്റെ ഉത്തരങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ ഏതായിരുന്നു? ദി നമ്പർ ഓഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് ഇൻക്രീസ്ഡ്. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇത് PPCയിൽ എന്ത് മാറ്റം ഉണ്ടാവും? The PPC shift upward or rightward direction. ഓക്കെ, PPC എങ്ങോട്ട് മാറും? മുകളിലോട്ട് അല്ലെങ്കിൽ വലതുവശത്തേക്ക് മാറുന്നു. ഓക്കെ, ഈ സിറ്റുവേഷനിൽ. രണ്ടാമത്തെ സിറ്റുവേഷൻ ഏതായിരുന്നു? സുനാമി ഡിസ്ട്രോയ്സ് സം പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. സുനാമിയുടെ ഫലമായി ചില ഉൽപാദന സൗകര്യങ്ങൾ നശിക്കുന്നു അല്ലെങ്കിൽ നശിച്ചുപോയി. ഇതെന്ത് മാറ്റം ഉണ്ടാക്കും PPCയിൽ? PPC ഷിഫ്റ്റ് ഡൗൺവേർഡ് ഓർ ലെഫ്റ്റ്വേർഡ് ഡയറക്ഷൻ. പ്രൊഡക്ഷൻ ഫെസിലിറ്റി എല്ലാം നശിച്ചു പോയാൽ പ്രൊഡക്ഷനും സ്വാഭാവികമായിട്ട് കുറയും. എന്ന് വെച്ചാൽ PPC എങ്ങോട്ട് മാറും? താഴോട്ട് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് എന്ത് ചെയ്യുന്നു? മാറുന്നു. മൂന്നാമത്തെ സാഹചര്യം ഏതായിരുന്നു? ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്. ഓക്കെ, മൂലധന തീവ്ര സാങ്കേതിക വിദ്യയുടെ തുടക്കം അല്ലെങ്കിൽ തുടങ്ങി വെക്കുന്നു. ഇതെന്തിനു കാരണവും? The PPC shift
upward or rightward direction. PPC will shift upward or rightward direction. PPC വലതുവശത്തേക്കോ മുകളിലേക്കോ എന്ത് ചെയ്യുന്നു? മാറുന്നു. ഓക്കെ ആണല്ലോ? വലതുവശത്തേക്കും മുകളിലേക്കും എന്ത് ചെയ്യുന്നു? മാറുന്നു. അവസാനത്തെ പോയിന്റ് അത് ഏതായിരുന്നു? ഇൻക്രീസ് ഇൻ ഫ്യൂവൽ പ്രൈസ്. ഇന്ധന വില വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് PPC ഉണ്ടാക്കുക? The PPC curve will shift downward or leftward direction. PPC ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ താഴേക്ക് എന്ത് ചെയ്യുന്നു? മാറുന്നു. കാരണം പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചാൽ എന്താണ്? പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കോസ്റ്റ്ലി ആവും. പ്രൊഡക്ഷൻ എന്താണ്? കോസ്റ്റ്ലി ആവും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്ഷന്റെ അളവ് കുറയ്ക്കേണ്ടി വരും. 4 പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പല രീതിയിലും എന്ത് ചെയ്യാം? എക്സാമ്പിൾ ചോദിക്കാം. എന്നിട്ട് PPC ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളോട് ചിത്രമായിട്ട് പ്രസന്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഗ്രാഫായിട്ട് വരയ്ക്കാൻ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതോടെ മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് എന്ത് ചെയ്യണം? ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോണിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.